ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് എന്തിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നതെന്ന്. നെറ്റ് വെച്ച് നമ്മൾ റോസ് ഫ്ലവർ നിർമ്മിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ അതുപോലെ ചെയ്തു കൊടുത്തേക്കുന്ന ഫ്ലവർ വെച്ച് ചെയ്തു കൊടുത്തേക്കുന്ന ഫ്രോക്കുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നീളത്തിലൊരു മെറ്റീരിയലാണ് വേണ്ടത്. ഞാനിപ്പം നെറ്റിലാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് സാറ്റിൻ്റെ റിബണിലും ചെയ്യാം. സാറ്റിൻ മെറ്റീരിയൽ എടുത്തിട്ട് മുറിച്ചിട്ട് അതിലും ഫ്ലവർ മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ രണ്ട് മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. രണ്ടും ഒരേ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തത്. രണ്ട് കളറിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഒരു ഏകദേശം ഇത്ര നീളത്തിലും ഇത്ര വീതിയിലും ഒരു മെറ്റീരിയൽ എടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരറ്റത്തു നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ ഒരറ്റത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം അവിടെ നിർത്തി മറു സൈഡും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 ഭാഗം ഓപ്പണിംഗ് വരുന്നതിൽ 2 ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മറ്റേ വശത്തൂടെ നമ്മൾ മെറ്റീരിയൽ മറിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ 2 മെറ്റീരിയലും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. രണ്ട് മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ മറിച്ചെടുക്കാം. രണ്ടും ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കുക, എന്നിട്ട് കോണായിട്ട് മടക്കണം. ആദ്യം ഇതുപോലെ 2 പ്രാവശ്യം മടക്കുക. ഒന്ന് ഇങ്ങനെ മടക്കുക, അതിനുശേഷം ഒന്നുകൂടെ മടക്കുക, അതിനുശേഷം അവിടെ ഇങ്ങനെ കോണായിട്ട് മടക്കുക. കോണായിട്ട് മടക്കിയതിന് ശേഷം ആ തുമ്പത്തുനിന്ന് ഇതുപോലെ മടക്കി കൊണ്ടുവരിക. പോലെ മടക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതളുകളെ പോലെ ഇങ്ങനെ മറിച്ചെടുക്കാം. ഇതളുകളാക്കി ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഫുള്ള് നമുക്ക് മടക്കിയെടുക്കുക. ഇതുപോലെ പുറത്തേക്ക് മടക്കി കൊണ്ടുവരിക. എന്നിട്ട് ചുറ്റി കൊണ്ടുവരിക. ഇതുപോലെ പുറത്തേക്ക് മടക്കി ചുറ്റി എടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ള് നിങ്ങൾ ചുറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ചുറ്റിയതിന് ശേഷം നമുക്കിനി സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയെടുക്കാം. ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ സൂചി കുത്തി ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ ലേയേഴ്സും ഫുള്ളും ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്ത മെറ്റീരിയലും നമ്മൾ അതുപോലെ തന്നെ അതുപോലെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.